ഗൈസ് നമുക്കിതൊരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ആന ഗെറ്റ് റെഡി ഒന്നല്ല, എൻ്റെ ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ആൻഡ് നമ്മൾ ആദ്യം തന്നെ സെറം, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീനിലിട്ട് ഫേസ് സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഫേസ് മാത്രം നോക്കിയാൽ പറയല്ലോ, ബോഡി നോക്കട്ടെ. ബോഡി ലോഷൻ ചെയ്ത് ഇനി ഇവിടെയാണ് കഥ തുടങ്ങുന്നത്. സാരീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമാണ്, അറിയാമെന്നല്ല കേട്ടോ, അറിയാമെന്നുള്ളത് പിന്നത്തെ കഥ. ഇഷ്ടമാണെങ്കിലും എനിക്കിത് ഉടുക്കാറുണ്ട്. എന്നെ പൊതുവേ അമ്മയാണ് ഉടുപ്പിച്ചിരുന്നത്. ഇവിടെ വന്ന് ജോലിക്ക് പോയി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സാരീൻ്റെ ABCD പോലും അറിയില്ല ഗസ്. ഇത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ചെയ്യണം. സത്യം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാട്ടോ എപ്പോൾ ഉടുപ്പിച്ച് തരാറ്. ഞാൻ അതും പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അവരാ പിന്നെ കുത്താൻ പോലും അറിയാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ സാരി ഉടുത്തത് കാണാൻ അടിപൊളിയാണ്, വാവുകയെന്നല്ല, എന്നാൽ ഇവിടെ എത്തിയല്ലോ എന്ന് കേൾക്കുന്ന തന്നെ എനിക്ക് മനസ്സമാധാനം. എന്താ പറയുക, സാരി ഉടുക്കാൻ പഠിച്ചതെന്നുള്ളത് തന്നെ എനിക്കൊരു ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യം ഗൈസ്. സാരി ഉടുത്ത് തന്നെ എനിക്ക് ഏറ്റവും വലിയ പണി ഈ മുടി കെട്ടി വെക്കാനാണ്. സോ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല, എല്ലാം കൂടെ വാരി പിടിച്ച് കുണ്ടൊക്കെ കെട്ടി അത് പോണിറ്റെയിൽ കെട്ടി ചുരുട്ടി വെച്ച് നെറ്റിട്ടു. ഞാൻ ഗൈസ് എനിക്കെൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടുന്ന 2 സാധനങ്ങളിൽ ഒന്നാണ് ലിപ്സ്റ്റിക്, മറ്റൊന്നാണ് ഈ ചൊട്ട വെച്ചില്ല. എനിക്ക് ആകെ മൊത്തം ഒരു ജീൻസ് ഇടുമ്പം പോലും ചൊട്ട വെച്ചില്ല, ചൊട്ട വേണം എനിക്ക്, അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പിന്നെ വിശന്നപ്പോൾ ഞാൻ ഒരു പഴമായിട്ട് നടുവിലോട്ട് തിന്നുന്നുണ്ട്. പിന്നെ ഇല്ലാത്ത ഐബ്രോസ് എന്നല്ല, ഞാൻ കുറച്ചായിട്ട് ത്രെഡ് വെച്ചു. അപ്പം ഒന്ന് അതിൽ ചേർന്ന് മെനക്കാക്കി വെച്ചതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവസാനത്തെ ഒരു പിന്നും കൂടെ കുത്തി കഴിയുമ്പം സാരി ഉടുക്കൽ പരിപാടി കഴിഞ്ഞു, ഫേസിലെ പരിപാടി കഴിഞ്ഞു. ഫേസിൽ ആരും മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഷോപ്പിൽ പോകുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാട്ടോ പോകാറ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പോകാനിറങ്ങിയപ്പോൾ ഗസ് രാവിലെ അലക്കിയ തുണി അതിനായിട്ട് ഇറങ്ങണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ കേട്ടോ ആറിയിടുന്നത്. അങ്ങനെ തുണിയെല്ലാം ആറിയിട്ട് ഞാൻ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ നിന്ന് കുറിക്കും എടുത്ത് തൊട്ടു. അപ്പോൾ ഗസ് എനിക്ക് 2 ആളെ വീണ് കിട്ടി റോഡുമെന്ന്. പിന്നെ ഞാൻ വെച്ചാൽ 2 ആളെയും കാണിക്കാം. അല്ല, 1ാമത്തെ ആളാണിത്, 2ാമത്തെ ആളാണിത്. അവരെയും കിട്ടി. ഞങ്ങൾ നേരെ ഷോപ്പിൽ പോയി. ഇതാണ് ഹർഷ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.